സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ജൂലൈ 17 വെള്ളി. അർഹതപ്പെട്ടവർക്ക് തൊഴിലുമില്ല, ചോദ്യങ്ങൾക്ക് മറുപടിയുമില്ല. ആശാ വർക്കർമാരുടെ 266 ദിവസം നീണ്ട സമരം കേരളത്തിന് വലിയ രാഷ്ട്രീയ സാമൂഹിക പാഠമാണ് നൽകിയത്. അധികാരത്തിന്റെ വാതിലുകൾ അടഞ്ഞാലും അവകാശങ്ങൾക്കായി ജനങ്ങൾ തെരുവിലിറങ്ങുമെന്നും സംഘടിത സമരങ്ങളെ ദീർഘകാലം അവഗണിക്കാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ലെന്നുമാണ് ആ സമരം തെളിയിച്ചത്. ആ സമരത്തിന്റെ രാഷ്ട്രീയ ഗുണം അനുഭവിച്ചവരാണ് ഇന്ന് അധികാരത്തിലുള്ള UDF സർക്കാർ. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും നിയമനം ലഭിക്കാതെ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാന സമരത്തിലാണ്. ഇത്രയും ദിവസമായിട്ടും അവരെ ചർച്ചയ്ക്ക് വിളിക്കാനോ ആശ്വാസകരമായ ഒരു ഉറപ്പ് നൽകാനോ സർക്കാർ തയ്യാറാകാത്തത് ജനാധിപത്യ ഭരണകൂടത്തിന് ഭൂഷണമല്ല. മണ്ണുവാരിത്തിന്നും മുട്ടിലിഴഞ്ഞും ഉപ്പിൽ മുട്ടുകുത്തിയും കൈകൂപ്പിയും അവർ നടത്തുന്ന പ്രതിഷേധം ഒരു തൊഴിലിനു വേണ്ടിയുള്ള യാചനയല്ല, ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ദിവസങ്ങളായി സമരമുഖത്തുള്ള PSC LPST റാങ്ക് ഹോൾഡർമാരുടെ പ്രതിഷേധം കാണാതെ പോകരുത്. 2025 മാർച്ചിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിന് 15 മാസം പിന്നിട്ടിട്ടും ഒരാൾക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ലെന്നത് അത്യന്തം ദൗർഭാഗ്യകരമാണ്. ഇതിനിടെ PSCയെ നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനങ്ങളും സ്ഥാനക്കയറ്റങ്ങളും നടക്കുന്നതായുള്ള ആക്ഷേപങ്ങൾ ശക്തമാണ്. PSC വഴിയുള്ള സ്ഥിരം നിയമനങ്ങൾക്കായുള്ള ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ വിവിധ തസ്തികകളിലെ സ്ഥാനക്കയറ്റ നടപടികൾ PSC നിയമന സാധ്യതകളെ തന്നെ ബാധിക്കുന്ന തരത്തിലാണെന്ന ആരോപണവും ഗൗരവമുള്ളതാണ്. ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകുമ്പോൾ വ്യക്തമായ വിശദീകരണം നൽകുകയും ആവശ്യമായ പരിശോധന നടത്തുകയും ചെയ്യേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 100 കണക്കിന് അധ്യാപക ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ കിടക്കുന്നതും PSC നിയമനങ്ങൾ വൈകുന്നതും ഭരണപരമായ അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമാണ്. സർക്കാർ ഉത്തരവിട്ടിട്ടും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്പെഷ്യൽ റൂൾ രൂപീകരിക്കാത്തതിന്റെ പേരിൽ PSC നിയമനങ്ങൾ തടസ്സപ്പെടുന്നതും ആശങ്കാജനകമാണ്. ഒരു തൊഴിലെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വർഷങ്ങളോളം പഠിച്ച് മത്സര പരീക്ഷകൾ എഴുതുകയും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുകയും ചെയ്ത യുവതലമുറയെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടാൻ ഒരു ജനാധിപത്യ സർക്കാരിനും അവകാശമില്ല. ഭരണകൂടത്തിന്റെ കാര്യക്ഷമത അളക്കപ്പെടുന്നത് പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളിൽ മാത്രമല്ല, അർഹതപ്പെട്ടവർക്ക് എത്ര വേഗത്തിൽ നീതി ഉറപ്പാക്കുന്നു എന്നതിലാണ്. നീതിപൂർവവും സമയബന്ധിതവുമായ PSC നിയമനങ്ങൾ ഉറപ്പാക്കി ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസം വീണ്ടെടുക്കുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും അടിയന്തര കടമ. ഇതിനൊപ്പം സർക്കാർ തിരിച്ചുപിടിക്കേണ്ട മറ്റൊന്നുണ്ട്. അത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ വിശ്വാസ്യതയാണ്. ഭരണഘടനാ സ്ഥാപനമെന്ന നിലയിൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയും വിശ്വാസവും ചുമലിലേറ്റിയിരിക്കുന്ന PSC ഇന്ന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശ്വാസ്യതാ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതെഴുതുമ്പോഴും ആസൂത്രണ ബോർഡ് നിയമന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം PSC ആസ്ഥാനത്ത് രേഖകൾ ശേഖരിക്കുകയാണ്. അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ട രേഖകൾ പൂർണ്ണമായി കൈമാറുന്നതിൽ പോലും PSC വിമുഖത കാണിക്കുന്നുവെന്ന വാർത്തകൾ അതീവ ആശങ്കാജനകമാണ്. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് എന്താണ് ഒളിച്ചു വെക്കാനുള്ളത് എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത്. നിയമന പ്രക്രിയ സുതാര്യവും നിഷ്പക്ഷവുമാണെന്ന അവകാശവാദം നിരന്തരം ഉയർത്തുന്ന കമ്മീഷൻ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ പോലും ചോദ്യം ചെയ്ത് രേഖകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുവെന്നത് വൈരുദ്ധ്യമാണ്. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും മാർക്കുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ വിസമ്മതിക്കുകയും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ തീരുമാനിക്കുകയും ചെയ്ത നടപടി സംശയങ്ങൾ ദൂരീകരിക്കുന്നതല്ല, കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ്. ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നാണ് PSC ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ വിശ്വാസം പ്രസ്താവനകളിലൂടെ നേടിയെടുക്കാനാവില്ല. സുതാര്യതയിലൂടെയും ഉത്തരവാദിത്തത്തിലൂടെയുമാണ് അത് സ്ഥാപിക്കപ്പെടുക. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുമ്പോഴും വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമം കമ്മീഷന്റെ വിശ്വാസ്യതയെ കൂടുതൽ തകർക്കുകയുള്ളൂ. അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെടുന്ന രേഖകൾ നിയമപരമായ പരിധിക്കുള്ളിൽ പൂർണ്ണമായി കൈമാറുകയും നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയും ചെയ്യേണ്ടത് കമ്മീഷന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. ഭരണഘടനാ പദവി എന്നത് വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള അവകാശാധികാരമല്ല. PSC എന്ന സ്ഥാപനം ഒരു ഓഫീസ് മാത്രമല്ല, അധ്വാനത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ്. വർഷങ്ങളോളം പഠിച്ച് മത്സര പരീക്ഷയെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുടെ സ്വപ്നങ്ങളുമായി ഇഴചേർന്നതാണിത്. PSCയിലുള്ള വിശ്വാസം തകരുകയാണെങ്കിൽ പൊതുസേവന നിയമന സംവിധാനത്തിന്റെ അടിത്തറയാണ് ഇളകുക. അതുകൊണ്ട് നിയമനങ്ങൾ വേഗത്തിലാക്കുക മാത്രമല്ല, PSCയുടെ സുതാര്യതയും വിശ്വാസ്യതയും പുനഃസ്ഥാപിക്കാനുള്ള അടിയന്തര നടപടികളും സർക്കാർ സ്വീകരിക്കണം. ജനാധിപത്യത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു സ്ഥാപനത്തിന്റെ താൽപര്യത്തിനല്ല, സമൂഹത്തിന്റെ നീതിബോധത്തിനും ഭാവിക്കും വേണ്ടിയാണ്.